എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ കടകളിൽ കിട്ടുന്ന പനീർ ബട്ടർ മസാല നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ കേരള ഹോട്ടലുകളിലും നോർത്ത് ഇന്ത്യൻ ഹോട്ടലുകളിലും കിട്ടുന്ന ബട്ടർ മസാല വളരെ വ്യത്യസ്തമാണ് കേട്ടോ രുചിയിൽ. ഞങ്ങൾ കുറച്ച് വർഷങ്ങൾ, ഒരു 8-9 വർഷം നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ നിന്ന് പഠിച്ച ഒരു ബട്ടർ മസാലയുടെ റെസിപ്പിയാണത്. വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടിയും നാനിൻ്റെ കൂടിയും പൊറോട്ടയുടെ കൂടിയൊക്കെ കഴിക്കാം. വളരെ രുചികരമാണ്. ഇതൊരു ദാബ സ്റ്റൈൽ പനീർ ബട്ടർ മസാലയാണ്. ദാബ എന്ന് പറയുന്ന വേർഡ് ശരിക്കും ഒരു സ്ട്രീറ്റ് ഫുഡിനെ റെഫർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വേർഡാണ്. നമ്മുടെ ഇവിടെ നമ്മളുടെ തട്ടുകടകളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കറിയാം. അപ്പോൾ നമ്മൾ നല്ലൊരു ഇപ്പം എന്തെങ്കിലും ഒരു ഭക്ഷണം നമ്മൾ നല്ലൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതും തട്ടുകടയിൽ നിന്ന് കഴിക്കുന്നതിന് രുചി വ്യത്യാസമുണ്ട്. അതുപോലെ ഈ ദാബ അല്ലെങ്കിൽ ഈ സ്ട്രീറ്റ് സ്റ്റൈലിൽ നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന ഫുഡുകൾ കുറച്ചും കൂടിയും രുചികരമാണ്. അപ്പോൾ അതേപോലെയുള്ള ഒരു ബട്ടർ മസാല, ദാബ ബട്ടർ മസാലയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിൽ ചേർക്കുന്ന കുറേ ഇൻഗ്രീഡിയൻസ് നമുക്ക് അറിയാത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. ചില മെത്തേഡുകൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ രുചി അസാധ്യ രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ വർക്കിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തലേദിവസം ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് രാവിലെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുകയൊക്കെ ചെയ്യാം. കഴിക്കാൻ നല്ല രുചികരമായിട്ടുള്ള പനീർ ബട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നോർത്ത് ഇന്ത്യൻ പനീറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പനീർ കൂടി എടുത്തിട്ടുണ്ട്. ഏകദേശം 250 ഗ്രാം പനീറാണ് കേട്ടോ. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ പനീറാണ്. ഇതെങ്ങനെയാണ് ഈ പനീർ ഉണ്ടാക്കണമെന്ന് മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോയിൽ ഇട്ട് അത് ഒത്തിരി ലെങ്തി ആവും. അതുകൊണ്ടാണ് 3 പാക്കറ്റ് പാൽ കൊണ്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇവിടെ ഞാൻ 4 ചെറിയ സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ 3 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് രണ്ടും നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. വേറെ അരയ്ക്കണം. അത് അരച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സബോളയും തക്കാളിയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് കുറച്ച് കാഷ്യൂ, ഒരു 10-15 കാഷ്യൂ നമ്മളിവിടെ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് മുമ്പ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് വേണം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഉണ്ടാക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ പറയാം. ഇപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു 6 അല്ലിയാണ് വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തേക്കണതാണ് കേട്ടോ. ഒന്ന് അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. അത് സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് ആവണ്ട, ക്രഷ് ചെയ്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായി പോയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള സബോളയുടെ പേസ്റ്റ് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടാം. നമ്മുടെ ഉള്ളി ഒന്ന് ചെറുതായിട്ട് പേസ്റ്റ് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് പനീറിനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊരു ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കാം. അപ്പം അതിന് ഞാനൊരു ചട്ടിയിൽ കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂണോളം നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തേക്കും. പനീർ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മളെങ്ങനെയാണെന്ന് കാണിക്കാം വേറൊരു വീഡിയോയിൽ. ഇത് ഏകദേശം നമ്മൾ 3 പാക്കറ്റ് പാൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പനീറാണ്. അപ്പോൾ നമ്മുടെ സബോള ഇവിടെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ എടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി കളർ കിട്ടുന്നതിന്. സാധാരണ മുളക് പൊടി വേണ്ട, നമുക്ക് കുറച്ച് എരിവ് കുറഞ്ഞ് കളർ കിട്ടിയാൽ മതി. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ആ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഇതൊന്ന് വഴന്ന് വരട്ടെ. ആ നേരം കൊണ്ട് നമ്മുടെ പനീർ ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊന്ന് മറിച്ചിടാം. ഇതൊക്കെ ചെറുതായിട്ട് കളർ മാറിയിട്ട് നമ്മുടെ പനീർ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇത്ര മതി. മസാലകളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ തക്കാളിയുടെ പ്യൂരിയാണ്. നമ്മൾ 3 തക്കാളി എടുത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ. സോറി, നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ. അതൊന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് വഴന്ന് വരാം. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് അങ്ങനെ വരണം. അപ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത്.
ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ തക്കാളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. എണ്ണയൊക്കെ കണ്ടില്ലേ, അറ്റങ്ങളിലൊക്കെ എന്താ പറയുക, അറ്റത്തൊക്കെ എണ്ണ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിനൊന്ന് വഴറ്റി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഗരം മസാല ചേർത്തിട്ടില്ല. ഇപ്പോഴാണ് നമ്മളിതിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഏകദേശം ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ ഗരം മസാല. അര ടീസ്പൂൺ ഗരം മസാല. പനീറിൽ ചേർക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കസൂർ മേത്തി. കസൂർ മേത്തി നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഒരു 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 200-250 ഗ്രാമിൻ്റെ പാക്കറ്റ് കിട്ടും. അപ്പോൾ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. കസൂർ മേത്തി എന്ന് പറഞ്ഞാൽ മതി, കടയിൽ നിന്ന് കിട്ടും. അതും ഈ പനീറിൽ ഇടേണ്ട ഒരു ഇതാണ് കേട്ടോ. അതൊക്കെ ഇട്ടാലാണ് പനീറിന് അതിൻ്റെ ആ ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. ഇനി അടുത്തത് ഇതിലിടാൻ പോകുന്നത് മല്ലിയിലയാണ്. മല്ലിയില ഇവിടെ ചെറുതായിട്ട് നമ്മൾ അതിൻ്റെ ഇലയൊക്കെ എടുത്ത് തണ്ടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതും ഒന്ന് സോട്ട് ചെയ്യാം. വേപ്പില നമ്മളിതിലിടില്ല കേട്ടോ. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷല്ലേ. നോർത്ത് ഇന്ത്യൻ കറികളിലൊന്നും കൂടുതൽ നമുക്ക് വേപ്പില കാണാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഈ പനീർ കറിയിലൊക്കെ. അപ്പോൾ വേപ്പില വേണ്ട അതിന് പകരം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. വെള്ളം ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ ചേർക്കില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കുള്ളൂ. എന്നിട്ട് ഇതിനൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് തിളയ്ക്കാൻ വെക്കണം. ഏകദേശം നമ്മളൊരു അര ടീസ്പൂണോളം ഉപ്പ് വീണ്ടും ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് കൂട്ടി കുറച്ച് ചേർക്കും. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഇവിടെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് പനീർ ഇതിൽ കിടന്നൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. വീണ്ടും ഒരു അര ഗ്ലാസ്സോളം വെള്ളം. നമ്മളിതിന് വളരെ എന്താ പറയണേ, ഗ്രേവി ഒത്തിരി വെള്ളമുള്ള ഗ്രേവി അല്ല, നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് എടുക്കുക. ഇനിയിപ്പോൾ നമ്മളിതിൽ കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഞാനിതിൽ ഒരു 2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സൊക്കെ ഉണ്ടല്ലോ, അതിലൊരു 2 ഗ്ലാസ്സോളമാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കറിക്ക് വേണ്ടത് കേട്ടോ. നമ്മളിനി ഇതിലേക്ക് അടുത്തത് ആഡ് ചെയ്യുന്നത് ബട്ടറാണ്. അപ്പോൾ നമ്മൾ അമൂലിൻ്റെ ബട്ടറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ അമൂലിൻ്റെ ബട്ടറിൽ നിന്ന് നമ്മളൊരു ചെറിയൊരു ക്യൂബ് കണ്ടോ, ഇതിന്ന് കട്ട് ചെയ്ത് ഇത്രയൊന്നും എടുക്കില്ല കേട്ടോ. ഇത്രയും പോകുന്നൊരു ക്യൂബാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. ഇനി ബട്ടർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് തന്നെ അതിൽ ഉരുകി വന്നോളും. ഇനി നമ്മുടെ ലാസ്റ്റ് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ നേരത്തെ കാഷ്യൂ കുതിർത്തി വെച്ചിരുന്നല്ലോ അല്ലേ, ആ കാഷ്യൂ നമുക്കൊന്ന് പേസ്റ്റ് ആക്കണം. കാഷ്യൂ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. നേരത്തെ നമ്മളൊരു 15 കാഷ്യൂ ഒക്കെയാണ് കേട്ടോ എടുത്തത്. ഇത് ഒരു 20 കാഷ്യൂ ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ 10 കാഷ്യൂ ആയാലും കുഴപ്പമില്ല. 10 കാഷ്യൂ ആകുമ്പോൾ കുറച്ച് അതിൻ്റെ ഒരു ടേസ്റ്റിൽ മാറ്റം വരും, അത്രയേ ഉള്ളൂ. ഇനി ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പനീർ ബട്ടർ മസാലയെ ഇവിടെ നമ്മളൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം. ഇനി ഇത് ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാം.